ഇന്ത്യയിലെ പരസ്യചിത്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബോംബെക്കും ബാംഗ്ലൂരിനുമൊപ്പം ഇന്ത്യയുടെ പരസ്യചിത്ര ഭൂപടത്തിൽ എറണാകുളത്തിനും ഒരു വലിയ സ്ഥാനം ഇന്നുണ്ട്. അത് നേടിത്തന്ന ഒരു കൂട്ടം നല്ല മിടുക്കന്മാരായ ഫിലിം മേക്കേഴ്സ്, ആഡ് ഫിലിം മേക്കേഴ്സ് എറണാകുളത്തുണ്ട്. നമ്മൾ അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച പരസ്യങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാരെയാണ്. TVC ഫാക്ടറി എന്ന പേരുള്ള അവരുടെ കമ്പനി, അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന 3 ചെറുപ്പക്കാരും 3 വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഈ രംഗത്ത് ഒരു പുതിയ മേഖലയിൽ ഒത്തുചേർന്നവരാണ്. അവരുടെ ജീവിത വിജയത്തിൻ്റെ, അവരുടെ കരിയർ വിജയത്തിൻ്റെ കഥ നമുക്ക് അവരോട് ചോദിക്കാം. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജിസ്മോൻ, സിജോയ്, ദിനേശ്. ഇതിൽ ദിനേശിനെ നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവും, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, മുഖപരിചയം ഉണ്ടാവും. ജിസ്മോൻ്റെ ശബ്ദത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്തിട്ടുള്ള ആളാണ്. സിജോയ് മുൻപ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച് പിന്നീട് ആഡ് ഫിലിം മേക്കിങ്ങിലേക്ക് സ്വാഭാവികമായി വന്ന ഒരാളാണ്. മറ്റു രണ്ടുപേരും ഇത്തിരി അസ്വാഭാവികതയോടുകൂടി വന്ന ആളുകളാണ്. ഇവരുടെ കൂട്ടായ്മ TVC ഫാക്ടറി എന്ന് പറയുന്ന കമ്പനി ചെയ്തിട്ടുള്ള പല പരസ്യങ്ങളും അവാർഡുകൾ നേടിയിട്ടുള്ളതാണ്. ഏത് അവാർഡുകളാണ് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്? ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് കാറ്റഗറിയിലുള്ള ഗോൾഡും സിൽവറും ഞങ്ങളുടെ പരസ്യങ്ങൾക്കായിരുന്നു. VC ഹോംസിന് വേണ്ടി വിനീത് ശ്രീനിവാസിന് വെച്ച് ചെയ്ത പരസ്യം. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തതാ. അച്ഛൻ സിനിമയിൽ ഇങ്ങനെയാണെങ്കിലും ലൈഫിൽ എന്ത് കാര്യവും നന്നായി ആലോചിച്ചിട്ടേ ചെയ്യും. അലയൻസ് ബിൽഡേഴ്സിന് വേണ്ടി MG ശ്രീകുമാറിന് വെച്ച് ചെയ്ത പരസ്യം. സിജോയ് ഈ മേഖലയിലേക്ക് വരുന്നത് എപ്പോഴാണ്? എൻ്റെ ഡിഗ്രിക്ക് ശേഷം ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആരുടെ കൂടെ? ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ജോഷി മാത്യു സാറിൻ്റെ കൂടെ, നക്ഷത്രകൂടാരം. പിന്നീട് കുറേ 10-15 സിനിമകളിൽ പലരും മാറി മാറി വർക്ക് ചെയ്തിട്ട് ഒരിക്കലും യാദൃശ്ചികമായിട്ട് ഡയറക്ടർ മാത്യു പോളിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജലീറ്റ വഴി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോയി. അപ്പോൾ എനിക്ക് ആ പരസ്യത്തിൻ്റെ മേഖല കുറച്ചും കൂടെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെ നേരെ പരസ്യത്തിലേക്ക് ജമ്പിൻ ചെയ്ത്. ആ സമയത്ത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നൊരു ബ്രാൻഡാണ് സെൻറ്റ് ജോർജ് അംബ്രല്ല. പിന്നീട് ബ്രാൻഡ് സ്പ്ലിറ്റായപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഒരു ബിഗിനറായ നമുക്ക് നേരെ ജോൺസിൻ്റെ വർക്ക് കിട്ടി. അങ്ങനെ ആദ്യത്തെ പരസ്യമാണ് ഉണ്ണിക്കുന്നൊരു കുട വേണം, ഉമ്മ കൊടുക്കാൻ കുട വേണം, ജോൺസ് കുട എന്ന്. പിന്നീട് അടുത്ത വർഷം തന്നെ കുഞ്ഞാഞ്ഞ വന്നേന്ന് പറയുന്ന ഒരു പരസ്യം. ഇതിലൂടെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സൈഡ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ ഒരു ആഡ് ഫിലിം കമ്പനി നടത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യുന്നത്? സിനിമയിലെ പോലെ തന്നെ പരസ്യങ്ങളിലും നമ്മുടെ ജയവും പരാജയവും നമ്മുടെ ഭാവിയെ ശരിക്കും സ്വാധീനിക്കും. അപ്പം നമ്മൾ അടുപ്പിച്ച് നല്ല പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ് നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു വർക്ക് വരുന്നത്. ആരാണ് ഈ ആഡ് ചെയ്തതെന്ന് അന്വേഷിക്കും. കാരണം ഇൻഡസ്ട്രി വളരെ ചെറുതാണ്. അപ്പോൾ വളരെ കുറച്ച് ഫിലിം മേക്കേഴ്സും ഉള്ളൂ. അപ്പോൾ ഉള്ളവരിൽ ആളെ അന്വേഷിച്ച് തന്നെ വരും. നമ്മളങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻറ്റിനെയോ നമ്മൾ പോയി മാർക്കറ്റ് ചെയ്യുന്ന ക്ലയൻറ്റിനെയോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരു ബിയോണ്ട് ഫിലിം മേക്കിംഗ് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അവരുടെ കൺസിസ്റ്റൻ്റായിട്ട് അവരുടെ ബ്രാൻഡ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അവരുമായിട്ടുള്ളൊരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത്. ഒരു ഫിലിം ചെയ്ത് മാത്രം നമ്മുടെ റിലേഷൻ നമ്മൾ തീർക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ജോൺസ് തന്നെ പാസ്റ്റ് 14 years നമ്മൾ തന്നെയാണ് ജോൺസിൻ്റെ പാനലിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം. ബ്രാൻഡിനെ കുറിച്ച് ജനങ്ങളോട് പറയണം, ജനങ്ങൾക്ക് ആ ബ്രാൻഡ് വാങ്ങിക്കാൻ തോന്നണം അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആദ്യമേ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത്, നമുക്ക് ജോലി കുറയുന്നത് ഒരു ആഡ് ഏജൻസിയുടെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ്. ആഡ് ഏജൻസിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ആഡ് ഏജൻസിക്ക് അവരുടെ ആ ബ്രാൻഡ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് പാത്ത് അവരുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാണ്. ഇപ്പോൾ ഈ മാസം ഇറക്കേണ്ട ക്യാമ്പയിൻ ഇതാണ്, 6 മാസം കഴിഞ്ഞ് ബ്രാൻഡ് ഇങ്ങനൊരു വളർച്ചയാണ് എത്തേണ്ടതെന്നൊരു സജഷൻ അവിടെ നിന്ന് വരും. പക്ഷേ മിക്കവാറും പ്രോഡക്ട്സിനെല്ലാം പ്രോഡക്റ്റ് മാനേജേഴ്സും അല്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ തന്നെ നല്ല പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല അവബോധമുള്ളവരാണ്. അപ്പം അവർ നമ്മളെക്കാളും കൂടുതൽ അവരുടെ സ്വന്തം പ്രോഡക്റ്റിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഒരു ഫിലിം സത്യത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3-4 മീറ്റിംഗ് എങ്കിലും അവരുമായിട്ട് മിനിമം ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് അവരുടെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ആ ഇൻറ്റിമസി പയ്യെ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളും അവരും ഏതാണ്ട് ഒരേ ട്രാക്കിലെത്തും. അങ്ങനെ ട്രാക്കിലെത്താതെ പടം ചെയ്യാൻ പാടില്ല. ഏജൻസി ഇല്ലാത്ത ബ്രാൻഡുകളാണെങ്കിൽ സത്യത്തിൽ ഞങ്ങളുടെ ജോലി കൂടുതലാണ്. ആ പ്രോഡക്റ്റിലേക്കുള്ള ഒരു അറ്റൻഷൻ, പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആക്കി, പിന്നെ അത് ഡിസയറാക്കി ആ ആക്ഷൻ സ്റ്റേജ് വരെ, 4th സ്റ്റേജ് വരെ കൺസ്യൂമറിനെ എത്തിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക്കാണ്. പിന്നെ ചില ക്ലയൻസ്
അവരുടെ റിലീസിൻ്റെ കാര്യത്തിൽ നല്ല പ്ലാൻ ചെയ്യും. ഓ, അത് ഈ റിലീസിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെഗ്മെന്റിൽ സത്യത ഞങ്ങളുടെ ജോലിയല്ല. അതിന് വേറെ ആൾക്കാരുണ്ടോ? അതിന് ആഡ് ഏജൻസീസിൻ്റെ മെയിൻ ജോലി അതാണ്. പബ്ലിക്കിന് മനസ്സിലാവാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ പ്രൊഡ്യൂസറും, ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് സിനിമയുടെ ഡയറക്ടേഴ്സും, ഈ ആഡ് ഏജൻസി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. എക്സാക്ട്ലി. 3 ഫിലിം മേക്കേഴ്സ് ഒരുമിച്ചൊരു കമ്പനി റൺ ചെയ്യുക. നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഇക്വേഷൻ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ പേഴ്സണലി സ്പീക്കിംഗ് ഞാൻ പറയും, ഒന്നുകിൽ ഒരു ഫിലിം മേക്കർ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ 3 പേരായിരിക്കണം. 2 പേരാവരുത്. കാരണം 2 പേരിൽ ഈ അഭിപ്രായ ഭിന്നത സ്ട്രോങ് ആവും. 3 പേരിൽ 3-2 ഭൂരിപക്ഷത്തിന് അവിടെ ഒരു മാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് കൺവീനിയൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ വർക്ക് വൈസ് ഒരു ക്ലയൻറ്റിനെ ഒരാളെ ഹാൻഡിൽ ചെയ്യുള്ളൂ. അത് ആദ്യം മുതലേ നമുക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരാളുമായിട്ട് ക്ലയൻറ്റും നമ്മളൊരു റാപ്പോ അറിയാതെ ഫോംഡ് ആവും. അപ്പോൾ മാർക്കറ്റിംഗ് സൈഡിൽ ആ ആൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അത് തീർന്ന് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് വരെ ആ ആളായിരിക്കും നമ്മുടെ എൻഡ്. പിന്നെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3ആയിട്ട് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാമല്ലോ. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഞങ്ങൾ 3 ഡയറക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഓരോ സ്റ്റേജിലും ഞങ്ങളുടെ 3-ൽ ആരെങ്കിലും ഒരാളുടെ പേഴ്സണൽ ടച്ച് അവിടെ കിട്ടും. പക്ഷേ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും എവിടെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കൂടും.